അപ്പോൾ ഞങ്ങൾ ചിത്രങ്ങൾ പുറത്തുവിട്ടാൽ, വാർത്തകൾ പുറത്തുവിട്ടാൽ നിങ്ങൾ വലിക്കുകയാണല്ലോ. എന്നാൽ UDF സർക്കാരോട് വലിക്കാൻ വേണ്ടി ഞങ്ങൾ മറ്റൊരു വാർത്ത കൂടി നൽകുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതിയായ MDMA കേസിൽ പ്രതികൾക്ക് ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധം. കേസിലെ മുഖ്യപ്രതി സലാം, തമ്മനം ഷാജി, അനസ് പെരുമ്പാവൂർ എന്നിവരുടെ ഗുണ്ടാ സംഘങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാണ്. അതുമാത്രമല്ല, ഈ സലാമിനെ മുഖ്യമന്ത്രി വീട്ടിലെത്തി സന്ദർശിച്ചതിന് ചിത്രങ്ങളുമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്. നോക്കാം ഇവർ വലിക്കുമോ എന്ന്. ആ ചിത്രങ്ങളിലുള്ള ബെന്നി ബെഹനാൻ അടക്കമുള്ളവരുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ BRM ഷഫീറിനെ പോലുള്ളവരുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ കൊടും ക്രിമിനലുകളുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഏതെങ്കിലും പൊതുചടങ്ങിൽ വെച്ച് എടുത്ത ചിത്രങ്ങളാണ്, സെൽഫികളാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. ഇതൊക്കെ വളരെ സ്വകാര്യമായ ഇടങ്ങളിൽ, അവരുടെ വസതികളിലോ അതല്ലെങ്കിൽ പേഴ്സണൽ ഇടങ്ങളിലോ വച്ചെടുത്ത ചിത്രങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യമായ ചടങ്ങിൽ വച്ചെടുത്ത ചിത്രങ്ങളല്ലേ, ആരുടെയൊക്കെ കൂടെ നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട് എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മുഖ്യപ്രതി സലാം ഈ പറയുന്ന കക്ഷികളോടൊക്കെ ഒപ്പം മുഖ്യമന്ത്രിയുണ്ട്, BRM ഷഫീറുണ്ട്, മന്ത്രി T സിദ്ദിഖുണ്ട്, ബെന്നി ബെഹനാനുണ്ട്, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെയുണ്ട്. അവരുടെ കൂടെ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ കൈരളി ന്യൂസ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ചിത്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാർഡുകളും ഇവർ വലിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഈ MDMA കേസിലെ പ്രതിക്ക് ഗുണ്ടാ സംഘങ്ങളുമായിട്ടാണ് ബന്ധം. കേസിലെ മുഖ്യപ്രതി സലാം, തമ്മനം ഷാജി നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ടാ തലവനാണ്. അനസ് പെരുമ്പാവൂർ കുപ്രസിദ്ധനായ ഗുണ്ടാ തലവനാണ്. ഇവരുടെ സംഘങ്ങളിലെ സ്ഥിരം സാന്നിധ്യം, ഈ ഗുണ്ടാ സംഘങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായ MDMA കേസിലെ പ്രതിയായ സലാമുമായി നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്താണ് ബന്ധം? ആ ചിത്രം എങ്ങനെ വന്നു? ആ സന്ദർശനം എങ്ങനെയുണ്ടായി? അതാണ് നമുക്കറിയേണ്ടത്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. സാലി, ഗുഡ് മോർണിംഗ്. സാലി, വളരെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. സലാം എന്ന് പറയുന്ന MDMA കേസിലെ മുഖ്യപ്രതിക്ക് ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധം. അതുമാത്രമല്ല, ആ പ്രതിയോടൊപ്പം മുഖ്യമന്ത്രി അടക്കം നിൽക്കുന്നതിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതെങ്കിലും പൊതുചടങ്ങിൽ വെച്ചെടുത്ത സെൽഫികളോ ഒന്നുമല്ല, വളരെ സ്വകാര്യമായ ഇടങ്ങളിൽ വെച്ചെടുത്ത ചിത്രങ്ങളാണ്. ഇതെങ്ങനെ സംഭവിച്ചു സാലി? മനു, അതായത് ഈ ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലും ചിത്രങ്ങളിലും രണ്ട് തരം ചിത്രങ്ങളുണ്ട് എന്ന് നമുക്ക് വർഗീകരിക്കാം. ഒന്ന്, ഈ പ്രതികൾ, ഈ MDMA കേസിലെ പ്രതികളായ സലാം ഹുസൈനും ഒക്കെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കൾ എന്നിവരോടൊപ്പമുള്ള ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ ഒരു വശത്ത്. അതിനൊപ്പം തന്നെ മറുവശത്ത് ഇതേ പ്രതികൾ കുപ്രസിദ്ധ ഗുണ്ടകളുമായി ഉള്ള വീഡിയോയും ചിത്രങ്ങളും മറുവശത്ത്. കുപ്രസിദ്ധ ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ ആ പേരുകൾ പറഞ്ഞു പോകാതെ പറ്റില്ല. കാരണം തമ്മനം ഷാജിയാണ് ഒന്ന്, മറ്റൊന്ന് അനസ് പെരുമ്പാവൂരാണ്, മറ്റൊന്ന് ഔറംഗസീബ് എന്ന് പറയുന്ന ആ മംഗലാപുരം ഉണ്ണി വധക്കേസിലെ പ്രതിയാണ്. അപ്പോൾ അവരോടൊക്കെ ഒപ്പം ഉള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് ഈ MDMA കേസിലെ പ്രതികളുടെ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത്. മറുവശത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഇതേ ആളുകൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, MP മാർ അവർക്കൊപ്പമുള്ള ചിത്രം. അപ്പോൾ ചുരുക്കത്തിൽ ഇവരാരുടെ ആളുകളാണ് ഈ MDMA കേസിലെ കക്ഷികൾ എന്ന് ഒരു തരത്തിലും മനസ്സിലാകാത്ത അവസ്ഥയാണ്. കാരണം മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുത്ത ബന്ധം, മുഖ്യമന്ത്രിക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഏത് സമയവും ഇവരുടെ വീടുകളിൽ ചെല്ലാം, മുഖ്യമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതികളിൽ ഈ MDMA കേസിലെ പ്രതികൾ ഹുസൈനും സലാമും ഒക്കെ പോകുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ട്, അതൊക്കെ തെളിവായി തന്നെ പുറത്തുണ്ട്. പക്ഷേ അതേ സമയം തന്നെ ഈ ആളുകൾ കുപ്രസിദ്ധ ഗുണ്ടകളുമായി സഹവാസമുണ്ട്, അവരുടെ ക്യാമ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അവരുടെ ഗ്രൂപ്പുകളുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്, അവരോടൊപ്പമുള്ള ദൃശ്യങ്ങൾ അനുനിമിഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനർത്ഥം ഇവരുടെയൊക്കെ പശ്ചാത്തലം എന്താണ് എന്നുള്ളതാണ്. പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇവർ ഏതെങ്കിലും കേസിൽ ഒരൊറ്റപ്പെട്ട MDMA കേസിൻ്റെ ഭാഗമായി ഇപ്പോൾ പിടിക്കപ്പെട്ടവരല്ല, മറിച്ച് മുൻപും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്, ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ്, ആ ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് എന്നത് തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം തമ്മനം ഷാജി ആരാണ്, പെരുമ്പാവൂർ സ്വദേശി അനസ് ആരാണ്, ഒപ്പം തന്നെ ഔറംഗസീബ് ആരാണ് എന്നൊക്കെ നമുക്കറിയാം. ആ പെരുമ്പാവൂർ അനസിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ്, നാലാമതായി നിൽക്കുന്ന ആളാണ് ഔറംഗസീബ് കുപ്രസിദ്ധമായ മംഗലാപുരം ഉണ്ണി വധക്കേസിലെ കൊലക്കേസ് പ്രതിയാണ്. അതടക്കം ഉള്ള ഒട്ടേറെ വിവരങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ബന്ധങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ളതാണ്. ഇപ്പം ഈ പുതിയ ബന്ധമല്ല, ഇത് പഴയ ബന്ധമാണ്. ഈ തമ്മനം ഷാജിയൊക്കെ ആയിട്ടുള്ള ഒപ്പമുള്ള ദൃശ്യങ്ങളിൽ കാണാം. തമ്മനം ഷാജിയുടെ പഴയ ദൃശ്യങ്ങളാണ്, ഈ ഒരു 5-6 വർഷം പഴക്കമുള്ള ദൃശ്യങ്ങളാണ്. അപ്പം ഈ പുതിയ കാലത്ത് ഇവർ MDMA കടത്തും പക്ക ക്രിമിനലുകളുമായി മാറുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം ഇവർക്ക് ഈ ക്രിമിനൽ പശ്ചാത്തലം
മുൻപേ ഉണ്ട് എന്ന് തന്നെയാണ്. ആ ക്രിമിനൽ പശ്ചാത്തലവും ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധം സൂക്ഷിക്കുന്നതിന് സമാന്തരമായി തന്നെ മുഖ്യമന്ത്രിക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. അപ്പോൾ അതിൽ എന്താണ് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശനുള്ളത് എന്നാണ് ഇക്കാര്യത്തിൽ നമുക്ക് ഇനി അറിയാനുള്ളത്. ഈ ആളുകളുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയാതെയാണോ ഇവരുടെയൊക്കെ വീടുകളിൽ ബർത്ത്ഡേ പാർട്ടിക്കും ഹൗസ് വാമിങ്ങിനും ഒക്കെ മുഖ്യമന്ത്രി പോയത്? അതൊന്നും അല്ലാതെ സമീപത്തൊരു സ്വകാര്യ ചടങ്ങിൽ, ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് സലാമിൻ്റെയും ഹുസൈൻ്റെയും വീട്ടിലേക്ക് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ചെല്ലുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. തോളത്ത് കൈയിട്ട് കൈ കോർത്തു പിടിച്ച് വളരെ സ്നേഹത്തോടെ, സൗഹൃദത്തോടെ, വളരെ ആത്മബന്ധത്തോടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതേ ആത്മബന്ധം അതേ പ്രതികൾക്ക് ഈ തമ്മന ഷാജിയുമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് തരം ലിങ്കാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് ഒരർത്ഥത്തിലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് ലീഡർഷിപ്പാണ്. മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാനില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും. അല്ല സാലി, മുഖ്യമന്ത്രിക്ക് അങ്ങനെ വിശദീകരിക്കാനില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പറ്റുമോ സാലി? കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പറയുന്ന കൊടും ക്രിമിനലുകളോടൊപ്പമാണ്. അത് ഏതെങ്കിലും സ്വകാര്യ ചടങ്ങിൽ വെച്ചെടുത്ത സെൽഫികളല്ല. ഇതാ നോക്കൂ, എല്ലാം പേഴ്സണൽ ഇടങ്ങളിൽ വെച്ച് വളരെ അടുപ്പമുള്ളവരോട് എന്ന പോലെ ഇടപഴകുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാതിരിക്കാൻ കഴിയുമോ? എത്ര ദിവസം മൗനം പാലിക്കാൻ കഴിയും? എത്ര ദിവസം ഇതുമായി ബന്ധപ്പെട്ടിറങ്ങുന്ന വാർത്താക്കാർഡുകൾ വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും? മനു, ഇത് എന്ത് വിശദീകരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് മുഖ്യമന്ത്രി നേരിടുന്ന പ്രശ്നം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാൻ ഇല്ലാതെ വരുന്നത്. എന്തെങ്കിലും ഒരു വിശദീകരണം, സാധാരണ എന്തിനും എന്ത് വിശദീകരണം നൽകുന്നയാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നറിയാം. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ നൽകി അതിൽ നിന്ന് ഊഴിപ്പോകുന്ന ആളുമാണെന്ന് പറയാം. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു വിശദീകരണവും നൽകാൻ കഴിയില്ല. കാരണം എല്ലാ യാഥാർത്ഥ്യങ്ങളാണ്. MDMA കേസിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഹുസൈനും സലാമും അടക്കം 4 പേർ പിടിയിലായിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റില്ല. ഇവർ കേരളത്തിലാകമാനം MDMA മൊത്തക്കച്ചവടം നടത്തുന്ന ആളുകളാണ്. അവരുടെ തന്നെ പോലീസ് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അത് നിഷേധിക്കാൻ പറ്റില്ല. ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇവരിൽ പല പ്രതികളും ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവരാണ്. ആ ജയിൽവാസത്തിനിടെ ഇടയിലാണ് ഇങ്ങനെ ഒരു ക്രിമിനൽ ഗ്യാങ്ങായി രൂപപ്പെടുന്നത്. അങ്ങനെയാണ് MDMA കടത്തിലേക്ക് പോകുന്നത്. അതും അവരുടെ പോലീസ് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അത് നിഷേധിക്കാൻ പറ്റില്ല. മറുവശത്ത് വി ഡി സതീശൻ ഈ പ്രതികളുടെ വീട്ടിൽ പോയി എന്നുള്ളത് ദൃശ്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന് പോയില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അയൽവാസികൾ നമ്മളോടും പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് പലതവണ വി ഡി സതീശൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം ഇതെല്ലാം തെളിവുകളായി നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പൊതുചടങ്ങിൽ വെച്ച് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴും വി ഡി സതീശനൊപ്പം ഇവരെടുത്ത സ്റ്റിൽസോ സെൽഫികളോ അല്ലിത്. ഇത് വീഡിയോ ആണ്, ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേഷൻ സാധ്യമല്ല. അല്ലെങ്കിലും ഇത് തിരക്കിനിടയിൽ ഒരു സെൽഫി എടുത്തു പോകുന്നത് പോലെയല്ല വീട്ടിൽ സന്ദർശനം നടത്തുന്നത്, തിരിച്ച് ബർത്ത്ഡേ പാർട്ടിക്ക് എത്തുന്നത് ഒന്നുമല്ല. അപ്പോൾ അതിനർത്ഥം ഇത് നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്കൊന്നുമില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിൽ നിന്ന് ഒളിച്ചോടുന്നത്. ഇന്നലെ ലീലാവതി ടീച്ചറുടെ പുസ്തക പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെത്തിയപ്പോഴും മാധ്യമങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം വഴങ്ങിയില്ല. ഇന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുമോ എന്ന് കണ്ടറിയണം. ഇനി മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ കോൺഗ്രസ് ലീഡർഷിപ്പ് ഒരു മറുപടി പറയേണ്ടി വരും. കാരണം കോൺഗ്രസിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നോമിനിയായ ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് ഇപ്പോൾ വളരെ ഷെയ്ഡി ആയിട്ടുള്ള ഒരു കഥാപാത്രമായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതിന് മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസ് ലീഡർഷിപ്പിനും ദേശീയ നേതൃത്വത്തിനും ഉണ്ട് എന്നുള്ളതാണ് നേരിടാൻ പോകുന്ന പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. സംസ്ഥാനത്തുടനീളം ഈ വിഷയം ആളിപ്പടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാളെ വി ഡി സതീശൻ്റെ പറവൂരിലെ ഓഫീസിലേക്ക് DYFI മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സജീവമായി നിലനിൽക്കുകയാണ്, ആളിപ്പടരുകയാണ് പ്രതിഷേധം. ജനങ്ങളുടെ മുന്നിൽ ഒരു മുഖ്യമന്ത്രി എന്നതിനപ്പുറം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുമായി സഹവാസമുള്ള ഒരാൾ എന്ന നിലയിലേക്ക് വി ഡി സതീശൻ്റെ ഇമേജ് താഴ്ന്നു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി വി ഡി സതീശനും കോൺഗ്രസ് ലീഡർഷിപ്പുമാണ് എന്നുള്ളതാണ് കാര്യം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതിലുണ്ടാകുമോ എന്ന് അറിയാം. എന്ത് പ്രതികരണം നടത്തിയാലും അതിൽ തൃപ്തികരമായ പ്രതികരണം നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ദൃശ്യങ്ങൾ സംസാരിക്കുന്ന തെളിവുകളായി നമ്മുടെ മുന്നിലുണ്ട് എന്നതാണ് പ്രശ്നം. യെസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസാരിക്കുന്ന തെളിവുകളാണ് ഈ ദൃശ്യങ്ങൾ. അതാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വാർത്ത അല്പസമയത്തിനകം തന്നെ നമ്മൾ കാർഡായി നൽകും. അപ്പോൾ ആ കാർഡും മെറ്റ ഇടപെട്ട് പിൻവലിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്യുക. ആ കാർഡുകൾ വന്നാൽ വേണമെങ്കിൽ നിങ്ങൾ അത് സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മെറ്റ ഇടപെട്ടത് വലിക്കുക തന്നെ ചെയ്യുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.